തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരായ ചികിത്സാ നിഷേധ പരാതിയിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ്. അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം DMO ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി. ചികിത്സ വൈകിട്ടില്ലെന്നും ഓക്സിജൻ നൽകിയാണ് മെഡിക്കൽ കോളേജിലേക്ക് ബിസ്മീറിനെ അയച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിനേഷ് കുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. വിനേഷ്, എന്താണ് ആരോഗ്യവകുപ്പിന്റെ അല്ലെങ്കിൽ താഴെത്തട്ടിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട്? അത് കൈമാറിയിട്ടുണ്ടല്ലോ ഉന്നത ഉദ്യോഗസ്ഥർക്ക്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? വിജയകുമാർ, പതിപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഇതിൽ നിന്ന് കൈ കഴുകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ആരോഗ്യവകുപ്പിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഴ്ചകളിലെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് ഇതിൽ നിന്നുള്ള തന്ത്രപരമായി തന്നെ ഒഴിഞ്ഞു മാറുന്ന നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കൃത്യമായി തന്നെ ഇയാൾക്ക് ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ഇവർ അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ ഹെൽത്ത് ഡയറക്ടർക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ചികിത്സ വൈകിട്ടില്ല, വളരെ കൃത്യമായി തന്നെ ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റിനകം തന്നെ ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ചികിത്സ നൽകിയതിലും പിഴവുണ്ടായിട്ടില്ല, വളരെ കൃത്യമായി തന്നെയാണ് ചികിത്സ നൽകിയത്, അതിലൊരു അശാസ്ത്രീയതയും ചികിത്സ നൽകിയതിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്സിജൻ വളരെ കൃത്യസമയത്ത് തന്നെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ നൽകിക്കൊണ്ടാണ് രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത്, അല്ലാതെ രോഗിയെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടുകയോ മറ്റോ അല്ല ചെയ്തത്. കൃത്യമായി തന്നെ ഓക്സിജൻ നൽകിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞു വിട്ടതെന്ന് പറയുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാറാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമുണ്ടായിരുന്നു. കാരണം അവരുടെ കുടുംബം തന്നെ രംഗത്ത് വന്നിരുന്നു. നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. ചികിത്സ നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിലാണ് പതിവ് പോലെ തന്നെ ആരോഗ്യവകുപ്പ് ആശുപത്രിക്കെതിരെ ക്ലീൻ ചിറ്റുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇവരുടെ കുടുംബം, ഈ മരിച്ചുപോയ ബിസ്മീറിൻ്റെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും കാര്യക്ഷമമായ അന്വേഷണം തന്നെ വേണം. ഒപ്പം തന്നെ ഇത്തരത്തിൽ വീഴ്ച നടത്തിയവർക്കെതിരെ നടപടിയും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ ബിസ്മീറിന്റെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിട്ടുള്ളത്. ചികിത്സ വൈകിട്ടില്ല, ഓക്സിജൻ നൽകി മെഡിക്കൽ കോളേജിലേക്ക് ബിസ്മീറിനെ അയച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആരോഗ്യവകുപ്പിനോ ആശുപത്രിക്കോ എന്തെങ്കിലും വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.